പാലക്കാട് സഞ്ജിത്ത് വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് കോടതി വരാന്തയിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭീഷണി. കേസിലെ ഒന്നാം പ്രതിയായ അബ്ദുൾ സലാമാണ് പ്രോസിക്യൂഷൻ സഹായിയായ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിലെ ഒന്നാം പ്രതിയായ അബ്ദുൾ സലാം എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കോടതി വരാന്തയിൽ വെച്ച് ഭീഷണി മുഴക്കിയത്. നീയും കേസിലെ സാക്ഷിയല്ലേ, എനിക്കെതിരെ മൊഴി പറഞ്ഞാൽ ഇവിടെ തന്നെ വരണമല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നായിരുന്നു ഭീഷണി. കേസിലെ എയ്ഡ് പ്രോസിക്യൂഷൻ സഹായിയായ ഉദ്യോഗസ്ഥന് നേരെയാണ് ഭീഷണി ഉണ്ടായത്. നേരത്തെ ഇതേ ഉദ്യോഗസ്ഥനെ എയ്ഡ് പ്രോസിക്യൂഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തുടർന്ന് വീണ്ടും നിയമിച്ചതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. BNS 232(1) പ്രകാരമാണ് കേസെടുത്തത്. മുൻപ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ സഞ്ജിത്ത് വധക്കേസിലെ രണ്ടാം സാക്ഷിയെ വീട്ടിൽ കയറി ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. കാവിൽപ്പാട് സ്വദേശി മുഹമ്മദ് ഇലിയാസ്, ചടനാംകുറിശി സ്വദേശി ഇസ്മായിൽ എന്നിവരാണ് ഭീഷണി മുഴക്കിയത്. ഇരുവരെയും പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. കേസിലെ ഒന്നാം സാക്ഷിയും സഞ്ജിത്തിന്റെ ഭാര്യയുമായ അർഷികയുടെ ക്രോസ് വിസ്താരം ഇന്നലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായിരുന്നു. ജനം, പാലക്കാട്.